Dear my students, welcome to English class, 8th standard, touring a ship wrecked sailor, page 46, para 3. Okay. There are two life rafts, and now the sailor is in the sea. നാവികൻ കടലിലാണ്, ഓഷ്യൻ സമുദ്രത്തിലാണ്. അബൌട്ട് 80 കിലോമീറ്റേഴ്സ് ഫ്രം ദ ഷോർ, തീരത്ത് നിന്ന് 80 നാഴിക ദൂരത്താണ്, കിലോമീറ്റർ ദൂരത്താണ്. കപ്പൽ തകർന്നുപോയി. അവിടെ ചെറിയ ചെറിയ മരപ്പാടുകളുണ്ട്. ഷിപ്പ് തകർന്നാൽ ഉപയോഗിക്കുന്ന ലൈഫ് റാപ്സാണ് ഇവിടെ. അത് ചെറിയ ചെറിയ ലൈഫ് ജാക്കറ്റ്സ് വേറെ, അതുപോലെ തന്നെ ഈ വളയങ്ങൾ വേറെ. ഇവിടെ നോക്കൂ, there were two life rafts, ലൈഫിനെ സേവ് ചെയ്യുന്ന, രക്ഷപ്പെടുത്തുന്ന റാഫ്റ്റ്സ്, about 7 meters apart. അയാളിൽ നിന്ന് ഒരു 7 മീറ്റർ അകലത്താണത് കിടക്കുന്നത്, 7 meters. And they appeared unexpectedly on the crest of a wave. ഒരു തിര വന്നപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ആ റാഫ്റ്റ് അയാളുടെ അടുത്തേക്ക് എത്തി. And he was so much tired, and when he got his sense, മുങ്ങി ബോധം വന്നപ്പോൾ കടലാണെന്ന് ബോധ്യപ്പെട്ട് നിലവിളി കേൾക്കുന്നുണ്ട്, അലർച്ച കേൾക്കുന്നുണ്ട്. ഇപ്പോഴിതാ ഒരു തിരമാലയുടെ മുകളിലേറി ആ ഒരു ചങ്ങാടം മാതിരിയുള്ള ഒരു ഈ ലൈഫ്, ഇതാണ് ഇവിടെ പ്രത്യേകിച്ച് കുഞ്ഞി തോണി മാതിരിയുള്ളത്, ഒരു ലൈഫ് റാഫ്റ്റ് അയാൾ മുന്നിലെത്തി. Near were my mates were calling out. അവിടെ നിന്നാണ് എൻ്റെ ഫ്രണ്ട്സ് വിളിച്ചു കൂവുന്നത്. It seemed odd. ഇതെനിക്ക് വളരെ വിചിത്രമായി തോന്നി. Odd means strange, വിചിത്രം. It seemed odd. Seemed കാണപ്പെട്ടു, കാണുക, കാണപ്പെടുക. അതുകൊണ്ട് സീംഡ് കാണപ്പെട്ടു. സീംഡ് മീൻസ് സോ, കണ്ടു അല്ലെങ്കിൽ കാണപ്പെട്ടു. സി എന്ന വാക്കാണെങ്കിൽ അതിന്റെ ഭൂതകാലം സോ, അതിന്റെ ഭൂതകാലത്തിന്റെ ഭൂതകാലം സീൻ. V1, V2, V3. സി, സോ, സീൻ. And in an instant, odd that none of them could reach the life rafts. അവരിൽ ആർക്കും തന്നെ ആ ലൈഫ് റാഫ്റ്റ് എത്തിപ്പിടിക്കാൻ കഴിഞ്ഞില്ല. In an instant, one of the rafts disappeared from view. ഒരു സെക്കൻഡിൽ ഒരു റാഫ്റ്റ് അതിലൊന്ന് അപ്രത്യക്ഷമായി. ഒരു സെക്കൻഡ് കൊണ്ട്. In my view, കാഴ്ച. വ്യൂവിനർത്ഥം എന്താണ്? കാഴ്ച. VIEW. V means sight. കാഴ്ച. Appear, പ്രത്യക്ഷമാവുക. Opposite, disappear. അപ്രത്യക്ഷമാവുക. And rafts disappeared from view. ഞാൻ കണ്ട റാഫ്റ്റിൽ ഒന്ന് അപ്രത്യക്ഷമായി. I couldn't decide. I found myself swimming towards the one I could see. ഞാൻ കണ്ട ഒന്നിനടുത്തേക്ക് നീന്താൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു, നീന്താൻ കഴിയുന്നില്ല. Which was moving farther away from me. നീങ്ങുന്നതിനനുസരിച്ച്, ഞാൻ വെള്ളത്തിൽ
തപ്പിപ്പിടിച്ച് മുന്നോട്ട് പോകുന്നതനുസരിച്ച് റാഫ്റ്റ് വീണ്ടും വീണ്ടും അകലേക്ക് പോവാണ്. വിച്ച് വാസ് മൂവിങ് ഫാർദർ എവേ ഫ്രം മീ. എന്നിൽ നിന്നും ഫാർദർ എവേ, ഫാർ അകലെ. അതിന് രണ്ടാമത്തെ വിശേഷണമാണ് ഫാർദർ, ഏറെ അകലെ. ആ വിശേഷണത്തിന് 3 രൂപങ്ങൾ നോക്കുക. ഫാർ, ഫാർദർ, ഫാർദസ്റ്റ്. വിശേഷണത്തിന്റെ 3 രൂപങ്ങൾ. ഫാർ, ഫാർദർ, ഫാർദസ്റ്റ്. ബിഗ്, ബിഗർ, ബിഗസ്റ്റ്. ലാർജ്, ലാർജർ, ലാർജസ്റ്റ്. സ്മോൾ, സ്മോളർ, സ്മോളസ്റ്റ്. ഒന്നാമത്തെ രൂപത്തിന് പോസിറ്റീവ് ഡിഗ്രി എന്നും രണ്ടാമത്തെ രൂപത്തിന് കമ്പാരറ്റീവ് ഡിഗ്രി എന്നും മൂന്നാമത്തെ രൂപത്തിന് സൂപ്പർലറ്റീവ് ഡിഗ്രി എന്നും പറയും. അത് വ്യക്തമായിട്ട് ഗ്രാമർ ക്ലാസ്സിൽ റെഫർ ചെയ്യും. ഇതാ എന്റെ ചങ്ങാടം എന്നിൽ നിന്ന് അകന്ന് പോകുന്നു. ഫാർദർ അവേ ഫ്രം മീ. ഐ സ്വാം, സ്വാം. നോക്കൂ, സ്വിമ്മിന്റെ 3 രൂപങ്ങൾ നോക്കൂ. സ്വിം, നീന്തുക. ക്രിയയുടെ രൂപം നിങ്ങൾ ആദ്യ വിശേഷമല്ല. ക്രിയയ്ക്ക് വരുന്ന പ്രസന്റ്. ക്രിയയ്ക്ക് 3 രൂപങ്ങളാണെങ്കിൽ പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. വിശേഷണത്തിന് 3 രൂപങ്ങളാണെങ്കിലോ അതിന് പറയുന്നു പോസിറ്റീവ്, കമ്പാരറ്റീവ്, സൂപ്പർലേറ്റീവ്. ക്രിയയുടെ 3 രൂപങ്ങളാണെങ്കിൽ പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. വിശേഷണത്തിന് 3 രൂപങ്ങളാണെങ്കിൽ പോസിറ്റീവ്, കമ്പാരറ്റീവ്, സൂപ്പർലേറ്റീവ്. അതാണ് പോസിറ്റീവ്, കമ്പാരറ്റീവ്, സൂപ്പർലേറ്റീവ്. ഇതെന്താണ്? പ്രസന്റ്, പാസ്റ്റ്. കണ്ടോ? സ്വാം, സ്വം. ഇതിന്റെ ഒരു നോട്ട് മാഷ് അടുത്ത ദിവസം നിങ്ങൾ 2 ഇട്ടു വാക്ക് പഠിക്കാൻ വേണ്ടി. സിംഗ്, സാങ്, സൺ, സ്വിം, സ്വാം, സ്വം, റൺ, റാൻ, റൺ. ഇതുമാതിരി കം, കെയിം, കം, തിങ്ക്, തോട്ട്, തോട്ട്. ഇങ്ങനെ ക്രിയയുടെ രൂപങ്ങൾ അതിന് പ്രത്യേക രീതിയിൽ പഠിക്കണം. ഇവിടെ കുറെ പാഠത്തിന് മലയാളം പഠിച്ചു വെക്കുന്നതിന് പകരം 8ാം ക്ലാസ്സിൽ നിന്നും 9ാം ക്ലാസ്സിൽ നിന്നും കുറെ വാക്കുകൾ മനസ്സിലാക്കുകയും ആ വാക്കിന്റെ പ്രയോഗം മനസ്സിലാക്കുക ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്താൽ 10ാം ക്ലാസ്സിലേക്കും +1 +2ലേക്കും നമുക്ക് നല്ല ഇംഗ്ലീഷ് കിട്ടും. കാരണം ഇതിന്റെ പാഠം പറഞ്ഞാലും ലൈബ്രറി നമുക്ക് ആർക്കും വേണമെങ്കിൽ എടുക്കാൻ പറ്റും. അല്ല, അതിനപ്പുറത്ത് ചില കാര്യങ്ങളുണ്ട്. അത് ഇംഗ്ലീഷ് ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ നമ്മൾ കണ്ടു 2 രൂപങ്ങൾ. വിശേഷണം തന്നാൽ പാർട്സ് സ്പീച്ച് മാഷ് എടുത്തു തന്നാണ് ഞാൻ പറഞ്ഞത്. പാർട്സ് സ്പീച്ചിൽ നൗണ്, വേർബ്, അഡ്ജക്റ്റീവ്, ആഡ്വർബ്. അത് വേർബിന്റെ 3 രൂപങ്ങൾ പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അത് അഡ്ജക്റ്റീവിന്റെ 3 രൂപങ്ങൾ പോസിറ്റീവ്, കമ്പാരറ്റീവ്, സൂപ്പർലേറ്റീവ്. നോക്കൂ, V1, V2, V3. കണ്ടോ? V1, V2, V3. Yes, I could see which was moving farther away from me. I swam for about 3 minutes. 3 മിനിറ്റ് ഞാൻ അതിന്റെ പിന്നാലെ നീന്തി നോക്കി. I lose sight of the raft. അപ്പോഴത്തേക്കും കാണുന്നില്ല. And there was wave. There were waves. Again and again. വീണ്ടും വീണ്ടും തിരമാലകൾ വരുന്നുണ്ട്. ആ തിരമാലകളിൽ പെട്ട് ഇത് കാണുന്നില്ല. The sight of the raft. And momentarily. Moment നിമിഷമാണ്. 2 വാക്ക് പഠിച്ചോളൂ. മൂവ് എന്ന വാക്ക്. മൂവ്, ചലിക്കുക. അതിൽ നിന്നുണ്ടാവുന്ന 6 വേർബാണ്. അതിൽ നിന്നുണ്ടാവുന്ന നൗണാണ് മൂവ്മെന്റ്. അതിനർത്ഥം ചലനം. അത് നൗണാണ്. മൂവ്, ചലിക്കുക, അത് ക്രിയയാണ്. മൂവ്മെന്റ്, ചലനം, അത് നൗണാണ്. എന്നാൽ ആ സ്പെല്ലിംഗ് മാറിയിട്ട് MOMEN മൂവ്മെന്റ്. ഈ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ നിമിഷമാണ്. കണ്ടോ? അത് മൂവ്മെന്റ് ആണ്. ഇത് നിമിഷമാണ് മൂവ്മെന്റ്. അതിൽ നിന്നുണ്ടാകുന്ന വിശേഷണമാണ് മൊമെന്ററി. MOMENTARY. നൈമിഷികമായ. മൊമെന്ററി, നൈമിഷികമായത്. നോക്കൂ, ദ സൈറ്റ് ഓഫ് ദി റാഫ്റ്റ് മൊമെന്ററി. ആ മൊമെന്ററി ആഡ്വർബായി. നിമിഷ നേരത്തേക്ക് പിന്നെ അത് കാണുന്നില്ല. ബട്ട് ഐ വാസ് കെയർഫുൾ
not to lose my bearings. പക്ഷെ അത് നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറല്ലായിരുന്നു. ഐ വോണ്ട് ടു സീ ഇറ്റ്, ഐ വോണ്ട് ടു ഫൈൻഡ് ഇറ്റ് ഔട്ട്, ഐ വോണ്ട് ടു എസ്കേപ്പ്. എനിക്കത് കാണണം, കണ്ടുപിടിക്കണം, രക്ഷപ്പെടണം. ആൻഡ് സഡൻലി എ റഫ് വേവ് pushed the rafts. പെട്ടെന്നാണ് ഒരു പരുക്കൻ തിരമാല വീണ്ടും ഈ റാഫ്സിനെ കൊണ്ടുവന്നത്. അലോങ് സൈഡ് മീ, ഒരെണ്ണം എന്റെ അരികിലേക്കാണ് വന്നത്. എ റാഫ്റ്റ്, ദ റിസീവർ, ആ രക്ഷപ്പെടാനുള്ള ആ കൊച്ചു ചങ്ങാടം മാതിരിയുള്ള സാധനം. ഇറ്റ് വാസ് ഹ്യൂജ്. പക്ഷെ എനിക്ക് കിട്ടിയ റാഫ്റ്റ് വളരെ വലുതായിരുന്നു. ഇറ്റ് വാസ് ഹ്യൂജ്. അതിനോട് കയറിയിരിക്കാം നന്നായിട്ട്. വൈറ്റ് ആൻഡ് എംറ്റി, നല്ല വെളുത്ത നിറമുള്ള ശൂന്യമായ ആരുമില്ലാത്ത ഒരു റാഫ്റ്റ്. അത് കിട്ടുകയാണെങ്കിൽ പിടിച്ച് അതിനകത്ത് കയറിയിരിക്കാം. അതിനകത്ത് കയറി ഇരുന്നാൽ പിന്നെ രക്ഷപ്പെടും. അതാണ് ലൈഫ് റാഫ്റ്റ്. അങ്ങനെ ഒരെണ്ണം അദ്ദേഹത്തിന്റെ അരികിലെത്തി. എന്നിട്ട് വാസ് എംറ്റി, ശൂന്യമായിരുന്നു. ഐ ടു ഗ്രാബ്, അത് പിടിച്ചെടുക്കാനായിട്ട് ഞാൻ പരമാവധി ശ്രമിച്ചു. ഗ്രാബ്, GRAB, ഗ്രാബ്, GRAB, ഗ്രാബ് മീൻസ് catch. To catch it, അത് പിടിച്ചെടുക്കാൻ, അത് കയ്യിലെത്താൻ ഞാൻ പരമാവധി ശ്രമിച്ചു. And to catch it, to grab the നോക്കൂ, rigging and jump above, and jump aboard. അതിലേക്ക് പിടിച്ചതും ഞാൻ അതിലേക്ക് ചാടിക്കയറി. Aboard, into it. Aboard means actually step into the board എന്നാണ് aboard. ഞാൻ അതിലേക്ക് ചാടിക്കയറി. I made it on the third try. അങ്ങനെ എനിക്ക് ചെയ്യാൻ ശ്രമിച്ചത്, അല്ല സാധിച്ചത് മൂന്നാമത്തെ ശ്രമത്തിലാണ്, തേർഡ് ട്രൈയിലാണ്. വൺസ് ഓൺ ദി റാഫ്റ്റ്, ഒരിക്കൽ ഇങ്ങനത്തെ ചങ്ങാടത്തിൽ കയറി പറ്റി കഴിഞ്ഞാൽ പാഞ്ചിങ്, കിതച്ചുകൊണ്ട്, വിപ്ഡ് ബൈ ദി വിൻഡ്, കാറ്റാണെങ്കിൽ ശക്തമായിട്ട് വിപ്പ്, ചാട്ടവാറുകൊണ്ട് അടിക്കും പോലെ വീശുന്നുണ്ട്. വിപ്പ് നൗണാണെങ്കിൽ ചാട്ടവാറാണ്, ചാട്ടവാർ നൗണ്. അത് വേർബാണെങ്കിൽ ചാട്ടവാറ് കൊണ്ടുള്ള അടി. വിപ്പ് വേർബായിട്ട് ഉപയോഗിച്ചാൽ ചാട്ട വീശൽ. ചാട്ട കുതിരേനെ നയിക്കുന്ന സാധനമാണ് വിപ്പ്, ചാട്ട വീശൽ. പണ്ട് അടിമകളൊക്കെ അടിക്കാൻ ഉപയോഗിച്ചതാണ് വിപ്പ്, ചാട്ടവാറടി. ചാട്ട കൊണ്ട് വീശുന്ന മാതിരി ശക്തമായ കാറ്റ്. ആൻഡ് ഇമ്മൊബിലൈസ്ഡ്, മൊബൈൽ, നമ്മൾ കണ്ടാൽ മൊബൈൽ മൂവ് ചെയ്യുന്നതാണ് മൊബൈൽ. അപ്പൊ നോക്കൂ, മൂവ് എന്ന വാക്കിൽ നിന്നാണ് എന്തുണ്ടായത്, മൊബൈൽ എന്ന വാക്കുണ്ടായത്. മൊബൈൽ ഫോൺ, മറ്റേ മൂവ് ചെയ്യാത്ത ഫോണാണ് നമ്മൾ വീട്ടിൽ വെക്കുന്നത്. അതിൽ നിന്നാണ് മൊബൈൽ, ഇമ്മൊബൈൽ. കണ്ടോ, ഇമ്മൊബൈൽ, നോട്ട് മൂവ് or not able to move, not able to move, ചലിക്കാൻ കഴിയാത്ത, ചലനമില്ലാത്ത. അത് മൊബൈൽ നെഗറ്റീവായി, ഇമ്മൊബൈൽ. യെസ്, ഇമ്മൊബിലൈസ്ഡ് ആൻഡ് ഫ്രീസിങ്. കടുത്ത കാറ്റിൽ എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല. ഞാൻ ഫ്രീസ് ചെയ്ത മാതിരി, വെള്ളത്തിന്റെ തണുപ്പോ കാറ്റിന്റെ തണുപ്പ് കൊണ്ട് മരവിച്ചു പോയി. അപ്പൊ എന്താണ് ഫ്രീസ്? അതിലാണല്ലോ ഫ്രീസ്. അതുകൊണ്ട് ഫ്രീസ് എന്താണ്? തണുപ്പിക്കുക. അങ്ങനെ ചെയ്യുന്നതാണ് ഫ്രീസർ. കണ്ടോ, FREEZER. എന്താണ്? തണുപ്പിക്കുന്ന ഉപകരണം. ശീതീകരിക്കുക, അതാണ് ഫ്രിഡ്ജ്. ഫ്രീസറാണ്. അതിനകത്തൊരുമാണ് ഫ്രീസറിൽ വെക്കുക എന്ന് പറയുന്നത്. ആ പാർട്ടിൽ 0 ഡിഗ്രി സെന്റിഗ്രേഡിനും താഴെ ആയിരിക്കും. അവിടെ വെള്ളം ഐസായിട്ട് ഉറയുന്നു. ഫ്രീസർ. ഇത് തന്നെയാണ് നമ്മളെ ജഡൊക്കെ മരിച്ചു കഴിഞ്ഞാലും ശവശരീരമൊക്കെ കേടുവരാതിരിക്കാൻ വേണ്ടി ഫ്രീസറിൽ സൂക്ഷിക്കുന്നത്. അല്ലെങ്കിൽ മത്സ്യമാംസങ്ങളൊക്കെ ഫ്രീസറിൽ സൂക്ഷിക്കുന്നത്. അപ്പോഴത് കേടുവരില്ല, ഡീക്കേയിങ്, ജീർണത വരില്ല. ഞാനാകെ മരവിച്ചു പോയി. I found it hard to sit up. എനിക്ക് എഴുന്നേറ്റിരിക്കാൻ പോലും പറ്റുന്നില്ല.
then so through അല്ല 3 of my mates. പക്ഷെ അതിൽ കയറിയിരുന്നപ്പോൾ എൻ്റെ 3 കൂട്ടുകാരെ കണ്ടു. നിയർ ദി റാഫ്റ്റ്, എൻ്റെ ചങ്ങാടത്തിന് അല്പം അകലെയായിട്ട്, ട്രൈങ് ടു റീച്ച് ഇറ്റ്. ആ റാഫ്റ്റിൽ കയറാൻ ശ്രമിക്കുന്ന 3 ഫ്രണ്ട്സ്, അവരെ കണ്ടു. സോ വൺസ് അഗെയിൻ ദ സമ്മറി. ഇപ്പോഴത്തെ ഈ പാരഗ്രാഫിൽ നമ്മൾ കണ്ടു നമ്മുടെ സെയിലർ രക്ഷപ്പെടുന്ന കാഴ്ച. And he was in the ocean, he was in the middle of the sea, and his ship had wrecked out, and he was going to die. അദ്ദേഹത്തിന്റെ കപ്പൽ തകർന്നു പോയിരുന്നു, അത് നടുക്കടലിലായിരുന്നു, സമുദ്രത്തിൽ ആഴാൻ പോവാണ്. അപ്പോഴാണ് അദ്ദേഹം ബോധം വന്ന് തിരിച്ച് നോക്കുന്നത്. And he was actually holding with something, എന്തോ ഒന്നിനിങ്ങനെ പിടിച്ചു കിടക്കാണ്, ഏതൊരു കാർഗോ പീസിൽ. ഇപ്പോഴും ദൂരത്തായിട്ട് അദ്ദേഹം തന്റെ കൂട്ടുകാരൊക്കെ ഒച്ച പിടിക്കുന്നു, ഷൗട്ട് ചെയ്യുന്നൊക്കെ കേട്ടു. ആൻഡ് ഹി കണ്ടു മൂവ്. അതിനിടയിൽ തിരമാലകൾ വീശുന്നു, അല്ല ഒഴുകി വരുന്നു. അവിടെ ഇവിടെ ആയിട്ട് ലൈഫ് റാഫ്റ്റ് കണ്ടു. രക്ഷപ്പെടാൻ പറ്റുന്ന ചെറു ചങ്ങാടത്തിന്റെ ചെറിയ തോണി, കൊച്ചു തോണി മാതിരിയുള്ളൂ. അതിലൊന്നിൽ എങ്ങനെയും കയറിപ്പറ്റാൻ നോക്കി. ബട്ട് ഹി കുഡിന്റ്, അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. സ്ട്രോങ് വിൻഡ് ആൻഡ് എ വേവ് ടുക്ക് ഇറ്റ് അവേ. പിന്നെ കണ്ടില്ല. വീണ്ടും അദ്ദേഹം ചുറ്റും നോക്കി. And now far away, അല്പം അകലായിട്ട് 7 meters away he could see a raft, and he tried to move towards it. അതിന്റെ അടുത്തേക്ക് നീന്താൻ ശ്രമിച്ചു. But he couldn't. അതും അപ്രത്യക്ഷമായി. And then a strong wave, പിന്നെ വലിയ തിര വന്നു. ആ തിരയുടെ കൂട്ടത്തിൽ അതാ ആ ചങ്ങാട അദ്ദേഹത്തിന്റെ അരികിലേക്ക് വന്നു. He tried once, he tried twice. ഒരു തവണ ശ്രമിച്ചു, 2 തവണ ശ്രമിച്ചു, and thrice, 3 തവണ ശ്രമിച്ചു. And he grabbed it, അത് പിടിച്ചു. And he embodied it, അതിനകത്തേക്ക് കയറി പറ്റി. And there was strong wind. അപ്പോൾ തണുത്ത കാറ്റ് വീശുന്നുണ്ട്. He felt freezing, മരവിച്ച മാതിരി തോന്നി. And he looked around, ചുറ്റിലും നോക്കി. His friends were there. അവിടുത്തെ സഹയാത്രികർ വെള്ളത്തിൽ മുങ്ങി താനും കൊണ്ടിട്ടുണ്ട്. Yes, this part.